നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. നമ്മൾ എങ്ങനെയാ പഠിക്കാറുള്ളത്? ഒരു ട്രയാങ്കിളിന്റെ അല്ലെ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ എന്ന് പറഞ്ഞ് പഠിക്കുക. എന്താ ഈ എ സ്ക്വയർ ബി സ്ക്വയർ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇവിടെ നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ സിംപ്ലി പൈതഗോറസ് തിയറം പറയാറ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ എന്നാണ്. അങ്ങനെയാണ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള തിയറി വന്നിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ? എന്താണ് ഈ ക്രിയേറ്റീവ് മാത്സ്? മാത്സ് തിയറി നമുക്ക് എല്ലാവർക്കും അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് അല്ല അല്ലെ? പക്ഷെ മാത്സ് യഥാർത്ഥത്തിൽ അങ്ങനെയാണ് അല്ല. നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതിക്ക് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും. ഒരു എക്സാമ്പിൾ കാണിച്ചു. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും 3ന്റെ ടേബിൾ അല്ലെ? 3 into 1 എത്രയാ? 3 ആണ്. 3 into 2 12 ആണ് അല്ലെ? ഈ നമ്പർ നോക്കിക്കേ, 1 plus 2 3 അല്ലേ? ഈ രണ്ട് നമ്പറും മാച്ചിങ് അല്ലേ? 3 into 5 നോക്കിക്കേ, എന്താ വരിക? 15 ആണ്. 1 plus 5 equal to 6. രണ്ടാമത്തെ നമ്പർ നോക്കിക്കേ, 6 അല്ലേ? നമ്മളെല്ലാരും ക്യാരം ബോർഡ് കളിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഇന്ന് നമുക്ക് മാത്സിൽ ഒരു ക്യാരം ബോർഡ് നോക്കാം. ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്, ഒരു ഓവൽ ഷേപ്പ് ഉണ്ട്. ഇതിന് നമ്മൾ എലിപ്സ് എന്ന് പറയും. 2 കോയിൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു കോയിൻ വെച്ചിട്ട് നമ്മൾ ഏതൊരു ആംഗിളിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മറ്റേ കോയിനിലേക്ക് തട്ടാൻ പറ്റും. അച്ഛന് ചെറിയൊരു ടാസ്ക് കേട്ടെ ഞാൻ. a plus b whole raised to 5 എത്രയാന്ന് എഴുതാൻ പറ്റും? എനിക്കറിയില്ല. വാക്കിൽ 5 ഉത്തരം പറഞ്ഞു എഴുതാൻ അറിയില്ല എന്നുള്ളത്. ഞാൻ ചെറിയ ടെക്നിക്ക് കാണിച്ചിട്ടെ, എന്നിട്ട് എഴുതാൻ പറ്റും നോക്കാം. ഓക്കെ, പ്ലസ് b raised to 5. യെസ്, you did it. ഇത്ര ഈസിയാണ്. ഒരു പ്രത്യേക കേർവായിട്ട് മാത്രമേ ഇത് നിൽക്കുള്ളൂ. ഇതിന്റെ പിന്നിലുള്ള മാത്സ് എന്താ പറയാ നിങ്ങൾക്ക് താല്പര്യമില്ലേ? നിങ്ങൾക്ക് ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാത്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ മാത്സ് ടഫ് ആയിട്ട് ഇനി ഈസി ആക്കണോ? ഇതുപോലെ ക്രിയേറ്റീവായി മാത്സ് പഠിക്കാൻ താല്പര്യമുള്ളവരാണോ? അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 20 മുതൽ 24 വരെ നമ്മുടെ കോഴിക്കോട് റീജിയണൽ സയൻസ് സെന്റർ പ്ലാനറ്റേറിയം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട് ക്രിയേറ്റീവ് മാത്സില്. താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യുക? നിങ്ങളുടെ സീറ്റ്സ് വന്ന് ബുക്ക് ചെയ്യുക. ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. 1000 രൂപയാണ് ഫീസ് വരുന്നത്. 5 ദിവസത്തെ കോഴ്സാണ്. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ലേറ്റ് ആക്കണ്ട, വേഗം